കഴിഞ്ഞ ജനറേഷൻ വളർത്തിയ ആൺകുട്ടികൾ, അതായത് ഇപ്പോൾ 30 വയസ്സിലും 28 വയസ്സിലും അതിൻ്റെ മുകളിലൊക്കെയുള്ള ആൺകുട്ടികൾക്കൊന്നും തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നമ്മൾ വല്ലാത്തൊരു പാരൻറ്റിങ് ഷിഫ്റ്റ് നടക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ വളർത്തണം, റെസീലിയൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ വളർത്തണം എന്നൊക്കെ ഇപ്പം നമുക്കറിയാം. ഇതിന് മുമ്പേ ഉള്ള പാരൻസിന് അതറിയില്ലായിരുന്നു. അതിനു മുമ്പേ ഉള്ള പാരൻസിന് സ്കൂളിൽ അയക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ അല്ലേ ബാക്കി ഇമോഷൻസിനെ കുറിച്ചിട്ട് പറയാൻ. ഇമോഷൻസിനെ നെയിം ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോഴും അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജനറേഷൻ വളർത്തിയ ആൺകുട്ടികൾ, അതായത് ഇപ്പോൾ 30 വയസ്സിലും 28 വയസ്സിലും അതിൻ്റെ മുകളിലൊക്കെയുള്ള ആൺകുട്ടികൾക്കൊന്നും തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല, സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ. അപ്പോൾ ചിലപ്പോൾ അവർ അവോയ്ഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവർ ആങ്ഷ്യസ് ആയിരിക്കാം, ചിലപ്പോൾ അവരെവിടെയും എത്തിയിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ അവർ കാശുണ്ടാക്കുന്ന ഒരു തുടക്കം മാത്രമായിരിക്കാം 30, 31 വയസ്സുകളിലൊക്കെ. അപ്പോഴൊക്കെ ഒരുവിധം പെൺകുട്ടികളാണെങ്കിൽ കുറച്ച് നേരത്തെ മെച്യൂറാകും. അവർ കുറേ അധികം വായിക്കുകയും മനസ്സിലാക്കുകയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവാം. എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ്, എന്തൊക്കെയാണ് ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ മനസ്സിലാക്കിയ പല പെൺകുട്ടികളും ഉണ്ടാവാം. ആൺകുട്ടികൾക്ക് ചിലപ്പോൾ അത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. ചിലപ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ശരിയേത് തെറ്റേത് എന്നൊന്നും 3/4 ആൺകുട്ടികൾക്കും ചിലപ്പം അറിഞ്ഞു എന്ന് വരില്ല. അതും ഈ ഓവർ പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അങ്ങനെയുള്ള ആൺകുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പിലായ പെൺകുട്ടികൾ അവരെ മദറിങ് ചെയ്യേണ്ടി വരുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ചില പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്. അവർക്ക് ഗ്രോത്തിനുള്ളൊരു സ്പേസ് പിന്നെ എവിടെ നിന്നാണ് കിട്ടുക? നിങ്ങൾ മദർ ചെയ്യണ്ട, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ഡിസേർവ്, ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ഫ്രം എ പാർട്ട്ണർ, ദിസ് ഇസ് ഹൗ യു ഷുഡ് ബി. ഞാൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരതിന് ഓക്കെ അല്ലെങ്കിൽ ലെറ്റ് ദം ഗോ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. യു ക്യാൻ ഫൈൻഡ് അനദർ പാർട്ട്ണർ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. പക്ഷേ അവരെ ഷെയിം ചെയ്യുകയോ അവരെ 4 ആൾക്കാരുടെ മുമ്പിലിട്ടിട്ട് നാണം കെടുത്തുകയോ ചെയ്യാതിരിക്കുക. ലെറ്റ് ദം ഗ്രോ, ലെറ്റ് ദം ലേൺ വാട്ട് എംപത്തി ഈസ്, ആൻഡ് ലെറ്റ് ദം ലേൺ ഫ്രം യു ഇഫ് പോസിബിൾ.